ഹായ് ഗായ്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് POI ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്ന് പറയാമെന്ന്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ലിക്വിഡിറ്റിനെ പറ്റി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം മാർക്കറ്റിൽ 3 ഫേസസിനെ പറ്റി മനസ്സിലാക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ചാർട്ടിൽ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ മെയിനായിട്ട് 2 സൈഡ്സ് ആണ് ഉള്ളത്. ഇപ്പോൾ 2 സൈഡ്സ് ആണെങ്കിലും മാർക്കറ്റിൽ 3 ഫേസസ് ആണ് വരുന്നത്. ഇപ്പോൾ ഈ കൺസോൾട്ടേഷൻ കളിച്ച് നടക്കുന്ന ഈ ഒരു ഏരിയ നമ്മൾ അക്യുമുലേഷനും, ഈ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് നമ്മൾ മാനിപ്പുലേഷനും, അതുപോലെ തന്നെ ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ചു കയറി ഈ ഒരു പോയിന്റ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്നും പറയും. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഞാൻ റിയൽ ചാർട്ടിൽ കാണിച്ചു തരാം. ഇപ്പം ഇത് ഗോൾഡിന്റെ 50 മിനിറ്റ് ചാർട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും മാർക്കറ്റ് ഇതാ ഇവിടെ ഇങ്ങനെ കൺസോൾട്ടേഷൻ കളിച്ച് നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ആണ് നമ്മൾ അക്യുമുലേഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് നമ്മൾ മാനിപ്പുലേഷൻ എന്ന് പറയും. അതുപോലെ തന്നെ മാനിപ്പുലേഷൻ കഴിഞ്ഞ് മാർക്കറ്റ് മേലേക്ക് കയറിപ്പോയി ഈ ഒരു പോയിന്റ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും കൂടെ നോക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതാ മാർക്കറ്റ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൺസോൾട്ടേഷൻ കളിച്ച് നിൽക്കുന്ന ഈ ഒരു പോയിന്റ് നമ്മൾ അക്യുമുലേഷൻ എന്ന് പറയും. അതുപോലെ തന്നെ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് നമ്മൾ മാനിപ്പുലേഷൻ എന്ന് പറയും. അതുപോലെ തന്നെ മാനിപ്പുലേഷൻ കഴിഞ്ഞ് മാർക്കറ്റ് നേരെ താഴേക്ക് പോയി ഈ ഒരു പോയിന്റ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ 2 സൈഡ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബൈ സൈഡും സെൽ സൈഡും. അപ്പോൾ ഈ 2 സൈഡ്സിനെ ഫിൽറ്റർ ചെയ്തിട്ട് ലിക്വിഡിറ്റി എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ.